ഹലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈയും കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് ഒരു കോണ്ടി ഡിഷാണ്. അപ്പോൾ അതിന് ഞാൻ കോൺ എടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങ് ഒത്തിരി പേസ്റ്റ് ആക്കണ്ട. അതും നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിനെ നന്നായിട്ട് മാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കണം. നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ആ കോൺ ഒന്ന് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്തതിനകത്തോട്ട് നമ്മൾ മാഷ് ചെയ്ത പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു ഡിഷാണ്. ഫിഷും പൊട്ടറ്റോയും എന്നൊക്കെ പറയുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പം ഇത് ഒരു വ്യത്യാസപ്പെട്ട ഒരു ഡിന്നറോ ലഞ്ചോ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒത്തിരി മസാലയൊന്നും ഇല്ലാത്ത. പിന്നെ നമ്മൾ അതിൻ്റെ ആ ബേസ് ഉണ്ടാക്കാനായിട്ട് ആ കോൺ വേവിച്ചതും പൊട്ടറ്റോ മാഷ് ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ സീസണിങ്സ് ആയിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് പാല്, ഒരു അര കപ്പ് പാലും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോഴാണ് അത് ബട്ടറും സോൾട്ടും പെപ്പറും ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കോണും എല്ലാം കൂടെ നല്ല മിക്സ് ആവുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫൈനൽ ലാസ്റ്റ് അത് ഫിഷൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ഒന്ന് പാനിലിട്ട് കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതായത് ഫിഷിൻ്റെ ബേസ് ആയിട്ടാണ് ഞാനിത് തരുന്നത്. ഇപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഫിഷിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നത് പൊട്ടറ്റോയും കോണുമാണ്. പിന്നെ ഇനി നമുക്ക് അതിനകത്ത് ഗാർണിഷിന് വേണ്ടിയിട്ട് സൈഡിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇതൊരു ഫുൾ കോഴ്സ് മീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ബ്ലാഞ്ച് ചെയ്യണം. അപ്പോൾ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് ഒരു പോട്ടിൽ തിളപ്പിക്കുക, കുറച്ച് ഉപ്പിടുക. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ബ്രൊക്കോളിയും ക്യാരറ്റുമാണ് ഞാൻ വെജിറ്റബിൾസ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൊക്കോളി ഇപ്പോൾ തിളച്ച ഉപ്പുവെള്ളത്തിലോട്ടൊന്ന് ഇട്ടിട്ട് ഒരു 2 minutes ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ ഒരു സ്ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. 2 minutes കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെ അടപ്പ് മാറ്റുക. അടപ്പ് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കതിനെ സ്ട്രെയിൻ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ നമ്മൾ ഒരു പ്ലേറ്റിൽ നിരത്തിയിടണം. എന്നിട്ട് അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം. 2 തരത്തിൽ ചെയ്യാം. വേണമെങ്കിൽ ഇത് ഐസ് വാട്ടറിലോട്ട് ഇട്ടാൽ അപ്പം തന്നെ അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിൽ അങ്ങ് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ കളർ നല്ല ഗ്രീൻ കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വെജിറ്റബിൾസ് കുക്കായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ ബ്രൊക്കോളി ഫുൾ ഇപ്പം അതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് ഫുൾ എടുത്തു. ഇനി ഞാൻ അതിനകത്ത് ക്യാരറ്റും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കളർ കോമ്പിനേഷൻ ആയിരിക്കും. പൊട്ടറ്റോയുടെയും കോണിൻ്റെ യെല്ലോയും നമ്മൾ ഓറഞ്ച് കളർ ക്യാരറ്റും ബ്രൊക്കോളിയും കൂടെ വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ. ആ ഫിഷും ഇവിടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ നമുക്ക് ആ തിളച്ച വെള്ളത്തിൽ മൂടി വെച്ച് ഒന്ന് 2 minutes വേവിക്കണം. അപ്പോൾ ആദ്യം ബ്രൊക്കോളി വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ കളറ് ക്യാരറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ കളർ കുറച്ചൊരു റെഡിഷ് കളർ വരും. അപ്പോൾ അത് പിന്നെ ബാക്കി വെജിറ്റബിൾസിൽ പിടിക്കും. അതുകൊണ്ടാണ് ആദ്യം ബ്രൊക്കോളി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കുക്ക് ചെയ്ത് അതിനെ ഒന്ന് നിരത്തി വെക്കാം. ഇനി ഞാൻ കുറച്ചൊരു വലിയൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കോൺ ഓയിൽ, അധികം വേണ്ട, ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നല്ല വലിയ ഫിഷ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു 2-3 സ്ലൈസ് ഫിഷ് ജസ്റ്റ് ഉപ്പ് മാത്രം പരട്ടി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ ഓയിലിൽ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് പെപ്പർ ഇടുക. എന്നിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 10-15 minutes കൊണ്ട്, 15 ഒന്നും വേണ്ട, 10 minutes കൊണ്ട് നമ്മുടെ ഫിഷ് റെഡിയാവും. അപ്പോൾ ഫിഷിനെയൊക്കെ ആ പ്ലേറ്റിൽ നിന്ന് ആ പാനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് സവാള, അതായത് ആ പാനിൽ കുറച്ച് ആ മീനിൻ്റെ അംശങ്ങളും ആ ഓയിലും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഫിഷിൻ്റെ. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഒണിയൻ അതിനകത്ത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഒത്തിരി ഒന്നും ഡാർക്ക് ബ്രൗൺ ആവണ്ട, അതിൻ്റെ പച്ചച്ചവയൊന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ആ ഫിഷിൻ്റെ കൂടെ ആ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനതിൽ നിന്ന് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കോണും പൊട്ടറ്റോയും മിൽക്കും കൂടെ അതിനകത്തോട്ട് ബട്ടറും സോൾട്ടും പെപ്പറും എല്ലാം കൂടെ ഇട്ടത് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. അപ്പോൾ എന്നാലേ അതൊന്ന് നന്നായിട്ട് ചൂടാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ എല്ലാം കൂടെ ബ്ലെൻഡായിട്ട് വരുള്ളൂ. ഇപ്പം ആ പൊട്ടറ്റോയുടെ ടേസ്റ്റ് വേറെ, കോണിൻ്റെ ടേസ്റ്റ് വേറെ, അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ആ ബട്ടറും മിൽക്കും
സോൾട്ടും പെപ്പറും എല്ലാം കൂടെ യോജിപ്പിച്ച് റെഡിയാക്കണം. ഇനി പിന്നെ വേറെ ഒന്നുമില്ല, നമ്മളൊരു പ്ലേറ്റിൽ ഇത് ബേസ് ആയിട്ട് കൊടുക്കുക. അതായത് പൊട്ടറ്റോയും കോണും ബേസ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഫിഷ് വെച്ച് കൊടുക്കുക. പിന്നെ സൈഡിൽ വെജിറ്റബിൾസും എടുത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ഒരു 1 pot മീൽ തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കും അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.